വയനാട് മാനന്തവാടി എടവക പഞ്ചായത്ത് ഓഫീസ് ട്രൈബൽ പ്രൊമോട്ടർമാർ ഉപരോധിക്കുന്ന വാർത്ത ഞാൻ നേരത്തെ പറഞ്ഞു. പിരിച്ചുവിട്ട പ്രൊമോട്ടർ മഹേഷ് കുമാറിനെ തിരിച്ചെടുക്കണമെന്നാണ് ആവശ്യം. ആംബുലൻസ് ലഭിക്കാത്തതിൽ ആദിവാസി വയോധികയുടെ മൃതദേഹം ഓട്ടോറിക്ഷയിൽ കൊണ്ടുപോയ സംഭവത്തിലാണ് മഹേഷ് കുമാറിനെ സസ്പെൻഡ് ചെയ്തും പിന്നീട് പിരിച്ചുവിടാൻ തീരുമാനിച്ചതും. വിവരങ്ങളുമായി സുർജിത്ത് അയ്യപ്പത്ത് ചേരുന്നു. സുർജിത്ത്, വിശദാംശങ്ങൾ പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എസ് കെ എൻ. ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നു, ട്രൈബൽ പ്രൊമോട്ടർമാരുടെ പ്രതിഷേധം ഉണ്ടായിരുന്നു. ഇതിനിടയിലാണ് ഈ പിരിച്ചുവിട്ടതായി മഹേഷ് കുമാറിനെ പിരിച്ചുവിട്ടതായുള്ള ഉത്തരവ് പുറത്തു വന്നത്. ട്രൈബൽ ഓഫീസറാണ് പിരിച്ചുവിട്ട നടപടി എടുത്തിരിക്കുന്നത്. സ്വാഭാവികമായും അതിനെതിരെ വീണ്ടും പ്രതിഷേധവുമായി ട്രൈബൽ പ്രൊമോട്ടർമാർ എത്തിയിരിക്കുകയാണ്. അവർ എടവക പഞ്ചായത്ത് ഉപരോധിക്കുകയാണ്. ഈ സന്ദർഭത്തിൽ ചുറ്റും വാതിലുകൾ അടച്ചുകൊണ്ടുള്ള ഉപരോധമാണ്. ഉദ്യോഗസ്ഥരെയും ഒപ്പം തന്നെ ഈ ജനപ്രതിനിധികളെയും ഇതിനകത്തേക്ക് പ്രവേശിപ്പിക്കാൻ അനുവദിക്കില്ല എന്നുള്ള തരത്തിലുള്ള നിലപാടാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ഇതിൽ ഒരേ ഉത്തരവാദിത്തം പഞ്ചായത്ത് ഭരണസമിതിക്കുണ്ട്. അതായത് ഈ വയോധികയുടെ മൃതദേഹം അവിടെ നിന്നും കൊണ്ടുപോകുന്നതുമായി ബന്ധപ്പെട്ട് ഈ ജീവനക്കാരന്റെ ഭാഗത്ത് നേരിയ ഒരു അലംഭാവമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അദ്ദേഹം ഈ മരണം നടന്ന ആ സന്ദർഭം മുതൽ അന്ന് ഉച്ച 2 മണി വരെ ഉണ്ടായിരുന്നു. ഈ ട്രൈബൽ വകുപ്പിന്റെ കയ്യിൽ ഉണ്ടായിരുന്നത് 2 ആംബുലൻസുകളാണ്. അതിലൊന്ന് തിരുനെല്ലിയിലേക്ക് പോവുകയായിരുന്നു. ആ തിരുനെല്ലിയിലേക്ക് പോയ ആംബുലൻസ് വരാനുള്ള സമയം, അതായത് ഏതാണ്ട് ഒരു മണിക്കൂർ മാത്രം കാത്തു നിന്നാൽ ആംബുലൻസിൽ തന്നെ മൃതദേഹം ശ്മശാനത്തിലേക്ക് എത്തിക്കാമായിരുന്നു എന്നുള്ളതാണ് ട്രൈബൽ പ്രൊമോട്ടറായിട്ടുള്ള മഹേഷ് കുമാർ പറയുന്നത്. പക്ഷേ ഇതിനിടയിൽ രാഷ്ട്രീയം കളിക്കുകയാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ ഭാഗത്തുനിന്നുണ്ടായത് എന്നുള്ളതാണ് ആരോപണം. UDF ആണ് എടവക പഞ്ചായത്ത് ഭരിക്കുന്നത്. സ്വാഭാവികമായും അവർ രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി ശ്രമം നടത്തി. ഇങ്ങനെ ഈ കൊണ്ടുപോകുമ്പോൾ അത് വീഡിയോ ചിത്രീകരിക്കാനുള്ള സമയമാണ് ആളുകൾ കണ്ടെത്തിയത് എന്നുള്ളതാണ് പറയുന്നത്. ആ വീഡിയോ ചിത്രീകരിക്കുന്ന ഘട്ടത്തിൽ ഏതെങ്കിലും തരത്തിൽ പഞ്ചായത്തിന്റെ ആംബുലൻസോ അല്ലെങ്കിൽ CSCയുടെ ആംബുലൻസോ ഉൾപ്പെടെയുള്ള പ്രയോജനപ്പെടുത്താമായിരുന്നു, അല്ലെങ്കിൽ സ്വകാര്യ ആംബുലൻസ് വിളിക്കാമായിരുന്നു. അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായിട്ട് പോലും ഇതേ ഉത്തരവാദിത്വം ജനപ്രതിനിധിയുടെ ഭാഗത്തു നിന്നും വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. സ്വാഭാവികമായും ഒന്നുകിൽ വാർഡ് മെമ്പർ രാജിവെക്കണം, അല്ലെങ്കിൽ ഈ മഹേഷ് കുമാറിനെ തിരിച്ചെടുക്കാനുള്ള നടപടി ഉണ്ടാകണം. ഇത് ഗുരുതരമായ കൃത്യവിലോപമല്ല സംഭവിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മാനന്തവാടി താലൂക്കിന് കീഴിലെ 5 TOയ്ക്ക് കീഴിലുള്ള ട്രൈബൽ പ്രൊമോട്ടർമാരാണ്, 40ഓളം പേരാണ് ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. സമരം തുടരുകയാണ്. തിരിച്ചെടുക്കുന്ന നിലപാടില്ലെങ്കിൽ സമരം ശക്തമായ രീതിയിൽ തന്നെ ജില്ലാതലത്തിലേക്ക് വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് ട്രൈബൽ പ്രൊമോട്ടർമാർ നൽകുന്ന മുന്നറിയിപ്പ്. ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട മഹേഷ് കുമാറും ആദിവാസി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്, പണി വിഭാഗത്തിൽ ഉൾപ്പെട്ട ആളാണ്. സ്വാഭാവികമായും അദ്ദേഹത്തിന് നീതി ലഭിക്കേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ പഞ്ചായത്ത് ഭരണസമിതിയും ഒരുപാട് ഉത്തരവാദിത്തം ഉണ്ട് എന്നിരിക്കെ ഒരാൾക്ക് മാത്രം